ഓൾസോ ഡേ 2 ഓഫ് ഓണം സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ നൈറ്റ് എവിടെയോ വെച്ച് അവസാനിപ്പിച്ച വ്ളോഗ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും എന്താ റെഡിയായി വരുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ടാണ് എല്ലാവരും റെഡി ആയിട്ടുള്ളത്. സോ സദ്യ ഉണ്ടാക്കി വെച്ചത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ ടേബിളിലുള്ളതൊക്കെ സദ്യക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഈ ബോക്സിലുള്ളത് കണ്ട പാഴ്സൽ വാങ്ങിയതാ തോന്നും, പക്ഷേ പാഴ്സലല്ല. ഞങ്ങളുടെ കയ്യിൽ ഇത്ര പാത്രം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് വെള്ളരിക്ക പച്ചടി, മസാലക്കറി, പൈനാപ്പിൾ, മാംഗോ പച്ചടി, ബീട്രൂട്ട്, പിന്നെ ഉപ്പേരി, പാലടപ്പായസം, ചിപ്സ്, കൂട്ടുകറി, ഇതിൽ പഴം പ്രഥമൻ, മോര്, പപ്പടം, പുളിയിഞ്ചി, അച്ചാറ്, പഴം, മത്തങ്ങയും പയറും, തോരൻ, അവിയൽ എല്ലാം ഉണ്ട്. ഇനി കൂടുതൽ എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ സദ്യ വിളമ്പുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. അല്ലേ ജിഷ്ണു? ജിഷ്ണുന്റെ ഹെയർ സ്റ്റൈൽ നോക്കട്ടെ, പുതിയതാണോ? ട്രെൻഡിങ്ങാ? പിന്നല്ല, മെസ്സി ഹെയർ സ്റ്റൈൽ, റൈറ്റ്? മെസ്സി ഹെയർ സ്റ്റൈൽ ആയിരുന്നു എന്റെ. ഇപ്പോഴാണ് ഹെയർ ബാൻഡ്, ഇത്ര ഹെയർ ബാൻഡ് ഒന്നും വെച്ചിട്ട് എങ്ങനെ മെസ്സി ഹെയർ സ്റ്റൈൽ എന്ന് പറയാ? ബാക്ക് മെസ്സി. ബാക്കിലെന്താ? ഇതാണ് ഇപ്പോഴത്തെ ഇത്. റേച്ചലും പിന്നെ മറ്റേ റേച്ചലിൻ്റെ ഫ്രണ്ട് അലക്സും ഒക്കെ വന്നിട്ടുണ്ട്. ലക്ഷ്മി മിനിൽ ചേട്ടനും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ എന്തായാലും നമുക്ക് പുറത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിന്ന് കണ്ണ് ഭയങ്കര ഡാർക്കായി എഴുതിയിട്ടുണ്ട്. അഹാനേനെ ഇൻസ്പയർ ചെയ്തിട്ട് എഴുതിയതാണ്. റേച്ചലിനെ കാണിച്ചു തരാം. ഇനി റേച്ചലിൻ്റെ ഫ്രണ്ടും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ച റേച്ചൽ ഈസ് ഹിയർ. റേച്ചൽ സേ ഹായ്. ഹായ്. എന്റെ മൂക്കുത്തി പോയി. അതോ എവിടെ പോയി അറിയത്തില്ല. അത് ഇവിടെ തന്നെ ഉണ്ടാവൂലോ. ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിഷ്ണു മുണ്ടൊക്കെ ശരിയാക്കി കൊടുക്കുകയാണ്. ഷൂട്ട് ഈസ് ഗോയിങ് ഓൺ. ഓണം ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ഫോട്ടോഗ്രാഫർ ജിഷ്ണു ഈസ് ഹിയർ. അങ്ങനെ ബിനിൽ ചേട്ടനും ലക്ഷ്മി എത്തിയിരിക്കുകയാണ്. ലക്ഷ്മി ദേ, ബിനിൽ ചേട്ടൻ. നിങ്ങളുടെ ഫസ്റ്റ് ഓണാണോ? ഐ മീൻ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നിച്ച് ആദ്യമായിട്ടാണോ? ഫസ്റ്റ് ഓണാണ് ഇവരുടെ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ഫസ്റ്റ് ഓണം. വളരെ സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒന്നിച്ചുണ്ടാവാൻ പറ്റിയില്ല. ഞാനിങ്ങായിരുന്നു, ചേട്ടൻ നാട്ടിലായിരുന്നു. ഇപ്പൊ ആഘോഷിച്ചില്ലേ? യെസ്. ഞങ്ങളങ്ങനെ സദ്യ വിളമ്പാൻ സ്റ്റാർട്ട് ചെയ്യാണ്. കഷ്ടപ്പെട്ട് ഓണത്തിനെ കുറിച്ച് 2 വാക്ക് പറയും ലക്ഷ്മി. ഓണം വീട് മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അധികം ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഓണം ചിങ്ങമാസത്തിലാണ് കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. താങ്ക് യു. ഓക്കെ. അത്തം മുതൽ 10 നാളാണ് ഓണം. എന്റെ ദൈവമേ, നീ ഇടരുത്. ഇതെപ്പോഴാ കൊടുക്കണ്ടേ? How your wheels hug the curb. I take it. Reverse. Even if you don't know that. അലക്സ് ഞങ്ങളുടെ കൂടെ ഓണത്തിന് ജോയിൻ ചെയ്തത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ A to Z എല്ലാ കാര്യത്തിലും ആൾ ഇൻവോൾവ് ചെയ്തു. ഗെയിംസ് കളിക്കാനും സദ്യ കഴിക്കുന്നതിൽ എല്ലാത്തിലും ഭയങ്കര നല്ല ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിപ്പോൾ സദ്യ കഴിച്ചതാണ്. ഞങ്ങളൊക്കെ റെസ്റ്റ് എടുക്കുകയാണ്. ലക്ഷ്മി താഴെ റൂമിൽ ഉറങ്ങാൻ പോയി. ജിഷ്ണുവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ഷൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് പോകാനിരിക്കുകയാണ്.
പിന്നെ ഞാനും റേച്ചലും അലക്സും ഭയങ്കര ഇതിലാണ്. ബിനിൽ ചേട്ടൻ രണ്ട് കയ്യിൽ പിടിക്കുന്നു, ഞാൻ ഒറ്റ കയ്യിൽ ഓ പെർഫെക്റ്റ് പെർഫെക്റ്റ്. What is this thing? കാൽക്കുലേഷനാ. പെർഫെക്റ്റ്. ഓ ആ അവിടെ ഇല്ലേ നിന്റെ ലൊക്കേഷൻ? അതൊക്കെ വീഴുവോ? പൊട്ട എന്റെ കയ്യിലാ. നിന്റെ കയ്യിലാണ് പൊട്ട്. പൊട്ട് താഴെ പോയി. മാറി തുടട്ട്. പെർഫെക്റ്റ്. ഇവിടെ എവിടെടാ? എവിടെടാ? ഓ ജസ്റ്റ് ജസ്റ്റ്. ഇവിടെ നിങ്ങൾ ഒരു വരയിട്ടത് അവരെ കഴിഞ്ഞിട്ട് ആയില്ല ആയില്ല. ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ. come on, right. Right. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ റേച്ചലാണ് ഞങ്ങളുടെ വിന്നർ. ബിഗ് ക്ലാപ്പ്. അതും ബ്രില്യൻസ്. ഇച്ചിരി കഴിവ് കൂടി പോയി. ജനിച്ചപ്പോഴും ഇച്ചിരി കഴിവ് കൂടുതൽ.
ഞങ്ങൾ കുറേ ഗെയിംസ് കളിച്ചു. കസേരക്കളിയൊക്കെ ഭയങ്കര ഫണ്ണിയായിരുന്നു, നല്ല രസമായിരുന്നു. എല്ലാവരും നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു ഈ ഗെയിംസ് ഒക്കെ. Bye, Alex. Yeah. ഹാപ്പി ഓണം. കഴിഞ്ഞു, ഓണമൊക്കെ കഴിഞ്ഞു. എന്നാലും ശരി. Come back. Of course. Yeah. പെട്ടെന്ന് തന്നെ വരുന്നേ. Okay. Okay, bye bye. അങ്ങനെ ഒരു 6 മണി 6:30 ആയപ്പോൾ ഞങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് റേച്ചലും അലക്സൊക്കെ തിരിച്ചു പോയി. അങ്ങനെ എല്ലാവരും തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. ഞങ്ങളുടെ ഫുഡൊക്കെ പുറത്ത് തന്നെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി ഫുഡും കൂടി കഴിച്ചിട്ട് കയറാമെന്ന്. അങ്ങനെ ഇപ്പോൾ രാത്രിയായി. ഞങ്ങൾ സ്റ്റിൽ ഈ ഒരു ബാക്ക് യാർഡിൽ ഓണസദ്യയും കഴിച്ച് കിക്കായി പണിയെടുത്തിരിക്കുകയാണ്. സോ ഇപ്പോൾ ജിഷ്ണുവിൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കുക. എന്ത് ഓണക്കളികളെല്ലാം ജയിക്കുന്ന വെല്ലുവിളി. അതെ, അവസാനം പോലെ ഞാൻ എല്ലാത്തിലും ജയിച്ചു. അവസാനം സായിപ്പ് ജയിച്ചു എല്ലാത്തിലും. 2 സ്ഥാനം പോലും കേക്കിലാക്കിയാണ് ഞങ്ങളുടെ അടുത്ത ഗസ്റ്റ്. എന്റെ